എൻ്റെ കയ്യിലിരിക്കുന്ന 15 മിനിറ്റ്സ് മാത്രം എടുത്ത് എയർ ഫ്രയറിൽ ഉണ്ടാക്കിയ ബ്രൗണിയാണ് കേട്ടോ. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഒരു പെർഫെക്റ്റ് ബ്രൗണി ഉണ്ടാക്കാനായിട്ട് മെഷറിംഗ് കപ്സും അതും ഇതും ഒന്നും വേണമെന്നൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്ലാസ് തന്നെ എടുത്താൽ മതി. അതിൽ 1/2 കപ്പ് ബട്ടർ മെൽറ്റ് ചെയ്തതെടുത്തു, 1/2 കപ്പ് ബ്രൗൺ ഷുഗർ എടുത്തു, പിന്നെ കുറച്ച് വാനില എസൻസ്, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ ഇടയിൽ മുട്ട ഉരുണ്ട് പോകാൻ പോയില്ല, അപ്പോൾ അവനെയും കൂടെ തട്ടുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയാണ് നമുക്ക് വെറ്റായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വേണ്ടത്. ബാക്കി ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസിന് വേറൊരു പാത്രത്തിലെടുത്ത് അതും അരക്കപ്പ് വെച്ചിട്ടാണ് കേട്ടോ. ബേക്കിംഗ് പൗഡറൊന്നും വേണ്ട കേട്ടോ. ഇതിന് നമ്മൾ കേക്ക് ടെക്സ്ചറായിട്ടല്ല ഉണ്ടാക്കുന്നത്. ഒരു കുറച്ച് മോയ്സ്റ്റായിട്ട് ഫഡ്ജി ആയിട്ടിരിക്കും, പക്ഷേ നടുക്ക് കുറച്ച് സോഫ്റ്റ് ഇങ്ങനെ സെൻറ്ററും ഉണ്ടാകുന്ന ടൈപ്പിലൊരു ബ്രൗണിയാണ് എൻ്റെ ഫേവറേറ്റ് ബ്രൗണി. അപ്പോൾ അതാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യം ഈ ചോക്ലേറ്റ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കാണ്. ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വില കുറഞ്ഞ കോമൺ ചോക്ലേറ്റ് ഒന്നും എടുത്താൽ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. നല്ല ടേസ്റ്റ് വേണമെങ്കിൽ ചോക്ലേറ്റ് ചിപ്സോ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ചോക്ലേറ്റ് എടുക്കുക. അതുണ്ടെങ്കിൽ നിങ്ങൾ ബ്രൗണി പെർഫെക്റ്റ് ആയിക്കോളും. നല്ല ക്വാളിറ്റി സാധനം ഉപയോഗിച്ചാൽ നല്ല ക്വാളിറ്റി ഔട്ട്കം കിട്ടും. അതിപ്പോൾ ഇതിന് മാത്രമല്ല, ഏത് സാധനത്തിലായാലും സെയിം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈവൻ ലൈഫിൽ പോലും അങ്ങനെയാണ്. ഫ്രീ ആയിട്ടുള്ള സെൻറ്റർ വേണമെങ്കിൽ കറക്റ്റ് 15 മിനിറ്റ്സ് തന്നെ വെച്ചാൽ മതി, 170 ഡിഗ്രിയിൽ. ഒട്ടും ക്ഷമ തോന്നില്ലെങ്കിൽ നമുക്ക് ഇതേപോലെയുള്ള പാൻ യൂസ് ചെയ്യാം. ഉടനെ ടേസ്റ്റ് ചെയ്യാം. ഞാൻ ടേസ്റ്റ് ചെയ്ത് നിങ്ങൾ ടേസ്റ്റ് ചെയ്തൊക്കെ സൂപ്പറാണ്.